പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല പ്രഭാതകാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള എൻ്റെ നിസ്തുല്യ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹമേറിയ ഒരു നല്ല ദിനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദവാക്യം വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വേദവാക്യങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ എത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹമായ നല്ല വചനത്തിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ ഇവിടെ വായിച്ചു കേട്ടത്. യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷയുടെ ആരംഭത്തിൽ മലമേൽ ഇരുന്നു കൊണ്ട് ജനത്തോട് സംസാരിച്ച ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെയാണല്ലോ നാം ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്നത്. അതിൽ വളരെ ലളിതവും അതീവ ഗൗരവമായ ഒരു ഉപമയാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് വിളിച്ചു. ഒരു വിളക്കിൻ്റെ ദൗത്യം എന്താണ്? പ്രകാശം നൽകുക എന്നതാണ്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലോകത്തിനിടയിൽ ദൈവത്തിൻ്റെ വെളിച്ചം തെളിയിക്കുക എന്നാണ്. അല്ലാതെ മറച്ചു വെക്കുന്ന വിശ്വാസമല്ല, പിന്നെയോ പ്രകാശിപ്പിക്കുന്ന ജീവിതമാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇവിടെ 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. ഒന്നാമതായി കാണുന്നു, വിളക്ക് കൊളുത്തപ്പെട്ടിരിക്കണം. ആമേൻ. സ്തോത്രം. നമുക്കത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ പലതരത്തിലുള്ള വിളക്കുകൾ ഉണ്ടായിരുന്നു, അല്ലേ? ഇന്ന് എല്ലായിടത്തും തന്നെ കറണ്ട് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ അന്ന് കറണ്ട് കണക്ഷനൊക്കെ ലഭിക്കുന്നതിന് മുമ്പായിട്ട് ഒട്ടുമിക്ക വീടുകളിലും വിളക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ അമ്മമാർ സന്ധ്യയാകുമ്പോഴേക്കും ആ വിളക്കുകളെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ആവശ്യത്തിന് അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് അതിൻ്റെ തിരിയൊക്കെ നീട്ടിയെടുത്ത് വളരെ നന്നായി മിനുക്കിയെടുത്തിട്ട് ആ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് കത്തിക്കുമ്പോൾ ആ ചുറ്റുപാടുമുള്ള ഭാഗങ്ങളിലേക്ക് നല്ല വെളിച്ചം നൽകി തരുന്നുണ്ട്. ആ വിളക്കാണ് ആ വീട്ടിലേക്ക് നല്ല പ്രകാശം. അപ്പോൾ നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ആ വിളക്ക് നമുക്ക് ആ പെരയ്ക്കകത്ത് ഫുള്ള് നമുക്ക് വെളിച്ചം നൽകി തരുന്നുണ്ട്. അതുപോലെ ഈ വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ചുറ്റുമുള്ളവർക്ക് പ്രകാശം ലഭിക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന് എന്തായിരിക്കണം? നമ്മൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ദൈവവചന പഠനം ഉണ്ടായിരിക്കണം. നല്ല പരിശുദ്ധാത്മ ജീവിതം ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിയെ എടുത്തു നോക്കുമ്പോഴും ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്നും നല്ല പ്രാർത്ഥനാ ജീവിതം ഉള്ളവനായിരിക്കണം. അതായത് ക്രിസ്തുവുമായിട്ട് അവനൊരു ആഴമായ ബന്ധം ഉണ്ടായിരിക്കണം. നാമും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ്? അതായത് ഒരു അപ്പനും അമ്മയും മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ തന്നെ, അതായത് അവർ തമ്മിലുള്ള സംഭാഷണത്തെ പോലെ അല്ല, അധികമായിട്ട് ദൈവമായിട്ട് നമുക്ക് നല്ലൊരു സംഭാഷണം, ഒരു ആഴമായ ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടുകയുള്ളൂ. നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ആഴമാണോ അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം കൂടിക്കൊണ്ടേയിരിക്കും. രണ്ടാമതായിട്ട് കാണുന്നത് ദൈവവചന പഠനം. നമുക്കറിയാം, വചനം പഠിക്കുകയാണെങ്കിൽ മാത്രമേ വചനത്തിൻ്റെ ശക്തി അത് എത്രമാത്രം ആ വചനത്തെ എത്രത്തോളം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവോ അത്രത്തോളം ആ വചനം നമ്മെ ദിനംതോറും കാത്തുകൊള്ളുന്നവരുടെയായി വചനത്തിൽ പ്രകാരം തന്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്ന അവരെ ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കുമെന്നുള്ള വചനം പറയുന്നുണ്ട്. നാം ദൈവസ്ഥലം എത്രത്തോളം നാം ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നാം അടുത്തു വരുന്നു, ദിനംതോറും നാം എത്രത്തോളം കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസ്ഥലയിലായിരിക്കുന്നു, അത്രത്തോളം ദൈവം നമ്മെ ദിനംതോറും വിടുവിക്കുന്നതിനിടയായിത്തീരും. നമ്മളുള്ള വിശ്വാസത്തെ, അതായത് ആ വചനം നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ് എന്ന് പറയുന്നതിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു. നാം ഓരോ ദിവസവും വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ആ വചനം എന്താണ്? ആത്മീക ജ്വാല കെട്ടുപോകാതെ വണ്ണം നമ്മെ കാക്കുന്നവരുടെയാണ്. അപ്പം നാം എന്ത് ചെയ്യണം? വചനത്തിൽ നാം ആഴമായിട്ട് കർത്താവിനോട് അറിയുന്നവരായി തീരുവാൻ തക്കണം ഇടയതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായി പറയുന്നത് പരിശുദ്ധാത്മ ജീവിതം. നാം കർത്താവിനെ അറിഞ്ഞ ഒരു ദൈവപൈതലായി തീർന്നതിന് ശേഷം നാം പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. ആ പരിശുദ്ധാത്മ ശക്തി ദിനംതോറും നമ്മെ അത്ഭുതകരമായി അതിശയകരമായിട്ട് വഴി നടത്തുന്നതിനിടയായി തീരും.
പാപക്കറകളില്ലാത്ത നിർമ്മലമായ ഒരു ജീവിതമാണ് പ്രകാശത്തിന് തീവ്രത വർദ്ധിപ്പിക്കുന്നത് തന്നെ. ഈ 3 കാര്യങ്ങൾ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വിളക്ക് എപ്രകാരം കൊളുത്തപ്പെട്ടിരിക്കണമെങ്കിൽ തന്നെ അപ്രകാരം നാം എന്ത് ചെയ്യണം, നമ്മുടെ ആത്മീക വിളക്കും കത്തി നിൽക്കണമെന്ന് ഈ വചനങ്ങളിൽ കൂടെ നമ്മോട് പറയുന്നത്. രണ്ടാമതായി കാണുന്നു, വിളക്ക് മറച്ചു വെക്കരുത് എന്ന് കാണുന്നു. ഒരു വിളക്ക് കത്തിക്കഴിഞ്ഞാൽ അത് പാത്രത്തിൻ്റെ കീഴിൽ മൂടി വെക്കുകയാണോ നാം ചെയ്യുന്നത്? അത് മൂടി വെച്ചാൽ എന്ത് സംഭവിക്കും? അത് ആ വെളിച്ചത്തെ ഇല്ലാതാക്കുകയുള്ളൂ അല്ലേ? ഒടുവിൽ ആ വിളക്ക് അത് കെട്ടുപോകും. അത് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതം ഒരു പാത്രത്തിൻ്റെ കീഴിൽ മറിഞ്ഞിരിക്കുന്ന വിളക്കുകളെ പോലെ തന്നെയാണ് അല്ലേ? നമ്മുടെ ഭയം, നമ്മുടെ സ്വാർത്ഥത, ഈ ലോകമോഹങ്ങൾ, ലജ്ജ, ഇതുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ വെളിച്ചത്തെ എന്ത് ചെയ്യണം, മൂടിക്കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വിശ്വാസം ഒരിക്കലും മറച്ചു കളയുകയല്ല ചെയ്യുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ നാം എത്രത്തോളം ദൈവത്തെ അറിഞ്ഞ് അതിലുപരിയായിട്ട് ഈ പുറം ലോകത്തിനും കൂടെ നാം എന്ത് ചെയ്യണം, ആ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. നാം ബാധ്യസ്ഥരാണ്. നാം ദൈവത്തെ എങ്ങനെ അറിഞ്ഞു, നാം മറ്റുള്ളവരെ കൂടെ ആ ദൈവത്തെ അറിയുവാനുള്ള അവസരങ്ങൾ നാം ഒരുക്കി കൊടുക്കണം. അവരോട് സംശയിക്കാതെ വിശ്വാസത്തെ നാം എന്ത് ചെയ്യണം, ശക്തിപ്പെടണം. മറ്റുള്ളവരും ഈ ദൈവത്തെക്കുറിച്ച് പറയുകയും ആ ദൈവസ്നേഹം എന്താണ് എന്ന് അവരുടെ ഉള്ളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വേണം. നാം അതിനുള്ള അവസരങ്ങൾ വിനിയോഗിക്കണം. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നാം ആണെങ്കിലും സ്കൂളുകളിലും കോളേജിലും കൂട്ടുകാർക്കിടയിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും സമൂഹത്തിലും നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിലൊക്കെ ആയാൽ പോലും എവിടെയായാലും ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തർക്കും കഴിയണം. അതായത് നമ്മുടെ സത്യസന്ധതയും നമ്മുടെ വിശ്വസ്തതയും ഒക്കെ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളുള്ള കരുണയും സ്നേഹവും ഒക്കെ കാണുമ്പോൾ അവനൊരു ദൈവ പൈതൽ ആണ് എന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കണം ഇടയായിത്തീരണം. നമുക്കറിയാം പത്രോസിനെ നമുക്കറിയാം. പത്രോസ് ദൈവത്തെ തള്ളിപ്പറഞ്ഞു അല്ലെ? 3 വട്ടം പത്രോസ് തള്ളിപ്പറഞ്ഞു. എങ്കിലും പിന്നെ അദ്ദേഹത്തെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം എന്ത് ചെയ്തു? ഈ ജനക്കൂട്ടത്തിനിടയിൽ തന്നെ ധൈര്യത്തോട് പോയിട്ട് കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയെ നിൽക്കുമെന്നൊക്കെയാണ് പത്രോസ് വഴി. അങ്ങനെയാണെങ്കിൽ ഇതേ അവസ്ഥ നമ്മുടെ ലൈഫിലും ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഉത്തമ സാക്ഷിയായിട്ട് നിൽക്കുവാൻ കഴിയും. മറ്റുള്ളവർക്ക് മുമ്പിൽ നാം അറിഞ്ഞ ദൈവത്തെ ഷെയർ ചെയ്യണം. അവരോട് ആ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാനും അവരെ ആ കൃപകളെ അവർക്കും കഴിയണം. നാമും എന്ത് ചെയ്യണം? നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ വേണം അത് വിനിയോഗിക്കാതെ കഴിയണം. മൂന്നാമതായി കാണുന്നു, തണ്ടിന്മേൽ വയ്ക്കുന്ന വിളക്ക്. വിളക്ക് തണ്ടിന്മേൽ വെക്കുമ്പോഴാണ് അതിന് ചുറ്റുമുള്ള ഇരുളിനെ മാറ്റുവാൻ കഴിയുന്നത്. തണ്ടിന്മേൽ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം മറ്റുള്ളവർക്ക് കാണാൻ ഈ ലോകത്തിൽ എന്ത് ചെയ്യണം? നാം ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ്. അതായത് നാം അറിഞ്ഞ ആ സത്യദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതായത് ഒരു ചെറിയ വിളക്ക് കത്തിച്ച് വെച്ചാൽ പോലും നമുക്കറിയാം എന്ത് ചെയ്യണം? ആ ഇരുട്ടിനെ മാറ്റാൻ കഴിയുമെന്ന് നമുക്കറിയാം. വിളക്ക് സ്വയം പ്രകാശം പരത്തുന്നതാണ് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്തിനാണ് ആ വിളക്ക് അതിനകത്തിലെ പ്രകാശം പരത്തുന്നത് പോലെ നമ്മിലുള്ള ആ പ്രകാശം എന്ത് ചെയ്യണം? നാം ജ്വലിപ്പിക്കണം. അതായത് മറിച്ച് അതിന് ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ഇരുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ വിളക്ക് പ്രകാശിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? പ്രയോജനമുള്ളതിന് ഉള്ളിഞ്ഞെരുപ്പോലും ഉള്ളിനീറുന്ന പലവിധമായ വിഷയങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നുണ്ടാകും. നമ്മെ തന്നെ ഒരു നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഒരു പക്ഷേ നമ്മുടെ ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ നമ്മുടെ ഒരു അയൽവാസിയോടുള്ള നമ്മുടെ ഒരു സ്നേഹപ്രകടനം, സംസാരം, അല്ല അവനൊരു ബുദ്ധിമുട്ടിൽ കൂടെ നമ്മുടെ ഉറ്റ സുഹൃത്ത് ഒരു ഭാരത്തിൽ കൂടി പോകുമ്പോൾ നമുക്ക് പോലെ ഒരു വാക്ക് നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ നാം അവരൊരു സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുമ്പോൾ ഒരു ആശ്വാസ വാക്ക് അവരോട് പറയുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമുണ്ടാകുന്നത്. അതാണ് നാം വായിച്ച ദൈവവചനത്തിൽ പറയുന്നുണ്ട്. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് ഈ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്നത് അന്ധകാരം നിറഞ്ഞ ഈ ഒരു ലോകത്തിലാണ്. നിരാശയുടെയും പാപത്തിൻ്റെയും സ്വാർത്ഥതയുടെ ഇരുളിൽ കഴിയുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട് ഇല്ലേ? അവരിലേക്ക് പ്രകാശം എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. നമ്മുടെ വെളിച്ചം നമ്മുടെ വീട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും അതുപോലെ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് നാം ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കാറുണ്ട്. മറ്റുള്ളവർ നമ്മുടെ നന്മ കാണുമ്പോൾ അവൻ എത്ര നല്ലവനെന്ന് പറയുന്നതിന് പകരം എങ്ങനെ പറയണം? ഇവനെ ഇത്രത്തോളം മാറ്റിയ ദൈവം, അവൻ സേവിക്കുന്ന ദൈവം
എത്ര വലിയവനാണ് എന്ന് മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ പറയാൻ ഇടവരട്ടെ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒരു നിമിഷം ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ സ്വാർത്ഥതയുടെ മൂടുപടം മാറ്റി ക്രിസ്തു എന്ന പ്രകാശത്തെ ഈ ലോകത്തിനു മുമ്പിൽ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇരുട്ട് വർദ്ധിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായി തീരുന്നത്. എപ്രകാരം കടന്നു പോകും നമുക്കറിയത്തില്ല. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഹയർ സ്റ്റഡീസിനായിട്ട് പലയിടങ്ങളിലേക്ക് കടന്നു പോകും, നാം കാണുന്നില്ല. അവർ ഈ ലോകപ്രകാരം കണ്ടിട്ട് അനേകം ദൈവമക്കൾ പിന്തെറ്റി വഴിമാറി പോകുന്നുണ്ട്. എന്നാൽ നാം തലമുറകളെല്ലാം ഈ നിമിഷം ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരൊക്കെ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളെ തീരുക, മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ, ഇവനൊരു ദൈവ പൈതലാണെന്ന് പറയപ്പെടുവാന്ന് കാണാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനെ നമ്മുടെ തലമുറകളിൽ ഒരു നിമിഷം ദൈവങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ദൈവം നമ്മെ തണ്ടിന്മേൽ കൊളുത്തി വെച്ചിരിക്കുന്ന വിളക്കുകളാകുവാനായിട്ടാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശയും വഴികാട്ടിയും ക്രിസ്തുവിന് സ്നേഹവും നൽകുന്ന വെളിച്ചമായി തീരുവാന്നൊക്കെ കർത്താവ് സഹായിക്കട്ടെ. നാം പ്രകാശിക്കുമ്പോൾ ആ മഹത്വം ദൈവത്തിന് ലഭിക്കുക കഴിയട്ടെ. ഒരു നിമിഷം ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല പ്രഭാതകാലത്തിനായി നമ്മയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ വായിച്ച വചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ, മനുഷ്യൻ ഞങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവെ പ്രകാശിക്കുവാൻ വേണം. അവിടുന്ന് സഹായിക്കണമേ. അനുവിരോധമായി ചലിക്കുന്ന ശത്രുവിന്റെ സകലവിധ വെല്ലുവിളികളിൽ നിന്നും ഓരോന്നും പ്രയാസങ്ങൾ നോക്കി കർത്താവ് ഞങ്ങളെ ഒഴിവിക്കുമരങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏത് വിധേന വിരോധമായി ചലിക്കുന്ന കർത്താവ് എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ തടസ്സമായി നിൽക്കുന്ന കർത്താവെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സമ്പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലും കർത്താവെ വളരെ ആശ്വാസമായി വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കുമരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിളക്ക് കത്തിച്ച് പറയുന്ന കീഴല്ല, തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നു, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്ന വചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ, അല്ലെങ്കിൽ ഞങ്ങളും കർത്താവ് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രകാശം, ഒരു വെളിച്ചമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങൾ മൂലം അവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപ ചെയ്താട്ട് ഈ പ്രഭാതത്തിൽ വചനങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുക്രിസ്തു തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അതെ, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയുകയില്ല, തന്റെ മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വിട്ടുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മേവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന കർത്തദാസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം.